പിടിച്ച സ്ത്രീകളൊക്കെ ഉണ്ട്. അവര് ഉപദ്രവിച്ചിട്ടുണ്ട്. ഉപദ്രവിക്കുന്ന ഇവിടെ വീടിനകത്തൊക്കെ വന്നതാ, എന്നെ ഉപദ്രവിച്ചു. ഇങ്ങനെ ഇരുന്ന് കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ ആരാണെങ്കിലും ശ്രദ്ധിക്കും. കാര്യം ഒരു പരിധി സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ 8 മണിക്ക് ഒരു 7:30-8 മണിക്കകത്ത് എല്ലാവരും പോകും. ഇവിടെ 11 മണിയുള്ള CCTV ചേച്ചിയാ. ഇവിടെ എന്ന് നടന്നാലും പോലീസുകാരും എല്ലാം ഇവിടെ വന്ന് ചോദിക്കും. ഞാൻ വന്നപ്പോൾ മുതൽ ഇവിടെ അറിയാം, അന്ന് മുതൽ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. പക്ഷെ ഇവക്ക് തന്നെ അറിയത്തില്ലെന്നുള്ളൂ, നമുക്കറിയാം ഇവിടെ. ഒരു ലോക്കൽ ബാർ കൂടെ അടുത്തുണ്ട്. എന്നിട്ടും കൂടെ ഇത്രയും ധൈര്യമായിട്ട് ഇരുന്ന് കച്ചവടം ചെയ്യണതിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. എത്ര മണിക്ക് അടയ്ക്കും? 11 മണിയാകുമ്പോൾ 11 മണിക്ക് അടയ്ക്കും. 11 മണിയാകുമ്പോൾ ഈ ബാർ അടയ്ക്കും. ബാർ അടയ്ക്കും. ബാർ അടയ്ക്കുമ്പോൾ ഞാനാണ്. പക്ഷേ ഇതുപോലെ ആൾക്കാരൊന്നും ഇല്ല. എല്ലാവരും പോകും, ഞാൻ മാത്രമേ ഉള്ളൂ. രാത്രി വിജയനാകുമ്പോൾ ചേച്ചിയോട്ടൊക്കെ ഉള്ളില്ലയോ? ഈ വിജയനരെ ഞാൻ മാത്രം. പക്ഷെ ഈ ബാറിൽ നിന്ന് കുടിച്ചവരൊക്കെ വരും, ചിലരെ വണ്ടി ഇടിച്ച് ഇവിടെ വീഴും. അപ്പം ഞാൻ ആയിരിക്കും സാക്ഷി പറയുന്നത്. കാരണം അങ്ങനെ ഒരു ചേട്ടൻ ഇവിടെ വേണമായിരുന്നു, സന്തോഷം എന്ന് പറഞ്ഞൊരു ചേട്ടൻ വീണു. അപ്പം ഞാൻ അറിയില്ല, എൻ്റെ ഇപ്പുറത്ത് തന്നെയുള്ള ചേട്ടനാണ്. പക്ഷെ പെടലി ഒടിഞ്ഞു പോയി. അങ്ങനെ ഞാൻ ആ ഒരു സാക്ഷി പറഞ്ഞത്. പക്ഷെ ഇടിച്ച ആളെയൊന്നും നമുക്ക് അറിയത്തൊന്നും. 11 മണിയുള്ള CCTV ചേച്ചിയാ. ഇവിടെ എന്ന് നടന്നാലും പോലീസുകാരും എല്ലാം ഇവിടെ വന്ന് ചോദിക്കും. പിന്നെ ഇവിടുത്തെ പോലീസുകാർ നമുക്ക് നല്ല പിന്തുണയാണ്. കാരണം നമ്മളെ ഒന്നും തൊടാൻ പോലും സമ്മതിക്കത്തില്ല. അവർ അന്നേരേ വരും ഇവിടെ. നല്ല പേടിയാണ്, നല്ല ഞങ്ങളൊന്നും അത് ഉപദ്രവിക്കില്ല. കാരണം ഞാൻ വില്ലത്തിയാണെന്ന് അറിയാം. പിന്നെ എന്നാ സംസാരിക്കുന്നവരോട് നല്ല രീതിയിൽ സംസാരിക്കും, നല്ല ഇടപെടും, എല്ലാം ചെയ്യും. പക്ഷെ 11 മണി വരെ ഞാൻ വിടുന്നു കച്ചവടം. ഞാൻ പോകുമ്പോൾ ഈ റോഡിൽ ആരും കാണത്തില്ല, മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ എന്നെ ഈ അടൂരും ആരും ഒന്നും പറയത്തില്ല. ഈ വിജനതയെ ഞാൻ മാത്രമേ ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്യുന്നത്. കാരണം ഒരു പ്രായമില്ല. ഇത്രയും പ്രായത്തിൽ തന്നെ ഞാൻ ഇത്രയും നേരം ഇപ്പം ഈ കടയിൽ വന്നിട്ട് 10 വർഷമായി. സ്വന്തം കടയിലെയോ? സ്വന്തം കടയെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈസൻസിലുള്ള കട. 10 വർഷം കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കച്ചവടം ചെയ്യുന്നത്. ആരും നമ്മളെ ഉപദ്രവിക്കാൻ വരത്തില്ല. നമ്മളെ ആരും ഉപദ്രവിക്കാൻ വന്നാൽ നമ്മൾ വെറുതെ വിടത്തുമില്ല. അപ്പം നമ്മൾ പെണ്ണാവത്തില്ല, ആളാവും. അപ്പം മനസ്സിലാവും നമ്മുടെ ബാർ ലോക്കൽ ബാറായത്. പണക്കാരും വരും, എല്ലാം വരും. അതുപോലെ ഓരോരുത്തർ പൈസയും കൊണ്ട് അങ്ങോട്ട് കയറും, തിരിച്ചു വരുമ്പം 20,000 30,000 കാണത്തില്ല. ഇവിടെ വന്ന് പറഞ്ഞ കാര്യം ഞാൻ പറയാം, എനിക്കറിയത്തില്ല. അടിച്ചു മാറ്റില്ല, അതിനപ്പുറം ചെല്ലുമ്പോഴത്തേന് അടിച്ചു മാറ്റും. അപ്പോഴത്തേനും ഇവിടെ വന്ന് കിടന്ന് വിളിച്ചു വന്നു. ഞാൻ പറയാം, എന്നോട് വന്നിരുന്നു പരാതി. ഞാൻ പറഞ്ഞു, ഞാനെന്തോ ചെയ്യാണ്, ഞാൻ അറിയുന്നില്ല. നിങ്ങളോട് പറഞ്ഞു 20,000 ഉണ്ടെന്നെ അകത്തോട്ട് നിർത്താൻ. അവിടെ ഉള്ളവർക്കും അറിയത്തില്ല. കുറേ ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കും പോയി എടുത്തോളാം. നമ്മൾ നല്ലൊരു സത്യസന്ധയായിട്ട് 10 വർഷം 11ാമത്തെ വർഷമാവുന്ന ഈ കടയിൽ വന്നിട്ട് എനിക്ക് ഒരു ദോഷവും വന്നിട്ടില്ല. ഇവിടുത്തെ പോലീസുകാരൊക്കെ നല്ല പിന്തുണയുണ്ട്. നമ്മളെയൊന്നും തൊടാൻ പോലും അത് സമ്മതിക്കില്ല. പിന്നെ സ്ത്രീകളൊക്കെ കള്ളുകുടിച്ച സ്ത്രീകളൊക്കെ ഉണ്ട്. അവർ ഉപദ്രവിച്ചിട്ടുണ്ട്. ഉപദ്രവിക്കുന്ന ഇവിടെ വീടിനകത്തൊക്കെ വന്നതാ, എന്നെ ഉപദ്രവിച്ചു. ഒരു കല്ലെടുത്തെറിഞ്ഞു, പിന്നെ പൊട്ടിയായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഒന്നും മിണ്ടിയില്ല. പിന്നെ എന്നെ അവൾ കല്ലെടുത്തെറിഞ്ഞായിരുന്നു. അപ്പം ഞാൻ 2 മണിക്കൂർ ഇവിടെ വണ്ടി നിർത്തി. ഞാൻ ഇവിടുന്ന് വലിച്ച് കമ്പിയെ കൊണ്ട് കെട്ടി കേസ് കൊടുത്തു. പിന്നെ 6 മാസം അവൾ ജയിലിലായിരുന്നു. കാരണം ഞാനൊരു വ്യാപാരിയല്ലേ, എന്നെ തൊട്ടാൽ കണ്ടിട്ടില്ല. വ്യാപാരികളാണ്. ഞാൻ വന്നപ്പോൾ മുതൽ ഇവിടെ അറിയാം, അന്ന് മുതൽ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. പക്ഷെ ഇവക്ക് തന്നെ അറിയത്തില്ലെന്നുള്ളൂ, നമുക്കറിയാം ഇവിടെ. ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇങ്ങനെ ഇരുന്ന് കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ ആരാണെങ്കിലും ശ്രദ്ധിക്കും. കാര്യം ഒരു പരിധി സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ 8 മണിക്ക് ഒരു 7:30-8 മണിക്കകത്ത് എല്ലാവരും പോകും ഇവിടെ. കാര്യം ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ ഇരിക്കുന്നത്. കാര്യം 10 മണിക്ക് ശേഷം ഇവിടെ പോകത്തുള്ളൂ. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്നാലും 11 മണി 11:30 10 മണിക്ക് ശേഷം അതിലുള്ള കച്ചവടം ഉണ്ട് ഇവിടെ. അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മൾ അതവിടെ നിങ്ങൾ ചെയ്തോളും. എങ്ങനെയാണെങ്കിലും അത് അവൾ ഡീൽ ചെയ്ത് വിട്ടോളും. ആരാണെങ്കിലും മറ്റുള്ള ഒരാളെ പോലെ അല്ല. നമ്മളെ ആണുങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കാര്യമായിട്ട് അവൾ പറഞ്ഞത് ഡീൽ ചെയ്ത് വിട്ടോളും. അല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ഇവിടെ. സാധാരണ ഒരു പെൺപിള്ളേർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അവളുടെ ആ തൻ്റെ ഇടം കൊണ്ട് അവൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. എങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുന്നത്? ഈ പൂച്ച 24 മണിക്കൂറും ഉണ്ട്. 24 മണിക്കൂറും ഉണ്ട്. അവിടെ കടയിൽ വരുമ്പോഴത്തേക്ക് 2 പൂച്ച അവിടെ വരും. ഇവിടെ വരുമ്പോഴത്തേക്ക് 2 പൂച്ച ഇവിടെ വരും. ഇവിടെ അടുത്താണ്. ഇവിടെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആനന്ദപ്പള്ളിയിലോട്ട് പോകുന്നത്. കന്നിവീഴാന്ന് പറയും. അവിടെ ഒരു സൊസൈറ്റി ഒക്കെ ഉണ്ട്. ആ പണിയാർ സൊസൈറ്റി. ഇല്ല, ഹസ്ബൻഡുണ്ട്, 2 പെൺമക്കളുണ്ട്, എൻ്റെ മമ്മിയുണ്ട്. എൻ്റെ മമ്മി എനിക്ക് നല്ല സ്ഥലം. എൻ്റെ മമ്മി എൻ്റെ ഇല്ല, എൻ്റെ ഹസ്ബൻഡ് നല്ലതാണ്. 11 മണിക്ക് അടയ്ക്കും. 11 മണിയാകുമ്പോൾ ഈ ബാർ അടയ്ക്കും. ബാർ അടയ്ക്കുമ്പോൾ ഞാനാണ്. പക്ഷെ ഇതുപോലെ ആൾക്കാരൊന്നും ഇല്ല. എല്ലാവരും പോകും, ഞാൻ മാത്രമേ ഉള്ളൂ. ഈ വിജയനരെ ഞാൻ മാത്രം. പക്ഷെ ഈ ബാറിൽ നിന്ന് കുടിച്ചവരൊക്കെ വരും, ചിലരെ വണ്ടി ഇടിച്ച് ഇവിടെ വീഴും. അപ്പം ഞാൻ ആയിരിക്കും സാക്ഷി പറയുന്നത്. പിന്നെ നല്ല പേടിയാണ്, നല്ല ഞങ്ങളൊന്നും ആരും ഉപദ്രവിക്കില്ല. കാരണം ഞാൻ വില്ലത്തിയാണെന്ന് അറിയാം. പിന്നെ എന്നാ സംസാരിക്കുന്നവരോട് നല്ല രീതിയിൽ സംസാരിക്കും, നല്ല ഇടപെടും, എല്ലാം ചെയ്യും. പക്ഷെ 11 മണി വരെ ഞാൻ വിടുന്നു കച്ചവടം.
ആരും കാണുന്നില്ല. മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ എന്നെ ഈ അതൊരു ആരും ഉപദ്രവിച്ചിട്ടില്ല. ഒന്നും പറയത്തില്ല. ഈ വിജനതയെ ഞാൻ മാത്രമേ ഇവിടെ ഇരുന്ന് കച്ചവടം. കാരണം ഒരു പ്രായമില്ല. ഇത്രയും പ്രായത്തിൽ തന്നെ ഞാൻ ഇത്രയും നേരം ഇപ്പം ഈ കടയിൽ വന്നിട്ട് 10 വർഷമായി. സ്വന്തം കടയിലെയോ? ആ, സ്വന്തം കടയെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈസൻസിലുള്ള കട. ഇത് നമ്മുടെ ഒരു അച്ചാൻ്റെ കടയാണ്. അച്ചാൻ്റെ കടയാണ്. പിന്നെ ലൈസൻസ് നമ്മളെടുത്ത് എൻ്റെ പേരിൽ 10 വർഷം കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കച്ചവടം ചെയ്യുന്നുണ്ട്. ആ, ആരും നമ്മളെ ഉപദ്രവിക്കാൻ വരത്തില്ല. നമ്മളെ ആരും ഉപദ്രവിക്കാൻ വന്നാൽ നമ്മൾ വെറുതെ വിടത്തുമില്ല. അപ്പം നമ്മൾ പെണ്ണാവത്തില്ല, ആളാവും. അപ്പം മനസ്സിലാവും നമ്മുടെ ബാർ ലോക്കൽ ബാറായത്. ഒരു 10-11 മണി വരെ ഇരിക്കും. പക്ഷെ അത് അവർ ആ ഒരു ധൈര്യത്തിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ ബാർ കൂടെ അടുത്തുണ്ട്. എന്നിട്ടും കൂടെ ഇത്രയും ധൈര്യമായിട്ടിരുന്ന് കച്ചവടം ചെയ്യണതിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. ആൾക്കാരൊക്കെ എന്തെങ്കിലും പറയുമോ? ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. അവർ ഒന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച മറുപടി കൊടുത്തോളൂ. അതിനുള്ള ധൈര്യമുണ്ട്. ഈ അറിയാത്തവരെ ഓരോന്ന് വേറെ കാര്യങ്ങളൊക്കെ പറയുന്നില്ല. അവർ പറയണം, പലരും പലതല്ലേ പറയണത്. പക്ഷേ അവർ ജീവിക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെടല്ലേ ചെയ്യണത്, ഇത്രയും 11 മണി വരെ. അപ്പോൾ അതിനല്ലേ അതൊരു ഇതല്ലേ, ഒരു ധൈര്യമാണ്. ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്ന പൂച്ചയാണോ? ആ, പൂച്ചയാണ്. രണ്ടുപേരുണ്ട്, ഒരു അമ്മയും ഉണ്ട്, ഒരു മോളും ഉണ്ട്. ഈ പൂച്ചയാണെന്ന് ചേച്ചിക്ക് സംരക്ഷണം ആ, രാത്രിയെല്ലാം ഞാനിവിടെ ഇരിക്കുമ്പോൾ ഈ തട്ടയിൽ എൻ്റെ ലോട്ടറിയുടെ തട്ടയിൽ എനിക്ക് കൂട്ടായിട്ട് ഇങ്ങനെ കിടക്കും. ഇവിടെ എൻ്റെ കൂട്ടുകാരി കേട്ടോ. കുറ്റം പറയുന്നത് തകർന്നു പോകും. കാരണം ഞാൻ കൈ കൊടുത്ത് സഹായിച്ചവരെന്നെ കുറ്റം പറയുന്നത്. ആ, അതും എനിക്ക് ഭയങ്കര വിഷമമാണ്. നമ്മൾ കച്ചവടം ആകുമ്പം നല്ല വൃത്തിയായിട്ട് അത് ഞാൻ ഒരുങ്ങിയില്ലെങ്കിൽ നല്ലതാണ്. ഇവിടെ വന്നിരിക്കും. പിന്നെ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യും ഇൻസ്റ്റാഗ്രാമില്. അതെന്റെ ഒരു ഇഷ്ടമാണ്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരുമ്പോഴും ഒരാൾ കഷ്ടപ്പെടുവാന്നാണോ അവരുടെ ജീവിതം. എന്നെങ്കിലും ഒരു സന്തോഷം വേണ്ടേ? സോഷ്യൽ മീഡിയയിൽ വൈറലാണോ? ആണോ? അപ്പൊ എനിക്ക് നല്ല വ്യൂസും നല്ല എല്ലാവർക്കും എന്നെ അറിയാം. തെറ്റ് കണ്ണുകൊണ്ട് കണ്ടെങ്കിൽ അത് തെറ്റെന്ന് പറയാൻ പറ്റും. ഈ രാത്രി അന്ത്യോളം കഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് ഒരിക്കലും ഒരു പെണ്ണല്ല. ഒരു പന്ന പെണ്ണാണെങ്കിൽ അവർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ള എല്ലാം ഉണ്ടല്ലേ. രാത്രി അന്ത്യോളം ഞാൻ ഈ സമയം 11 മണിയാകുമ്പോഴേ ഞാൻ ഇവിടുന്ന് പോകുന്നത്. അപ്പം എന്നെ പറഞ്ഞ എന്നൊരു ദൈവം കേട്ടുകൊണ്ടിരിക്കുക. അത് ശ്രദ്ധിക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് തിന്നിട്ട് എന്നെ കുത്തുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത. ബാക്കി ആരും എന്നെ എന്തും പറഞ്ഞോട്ടെ. പക്ഷേ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ആരെയും ഒന്നും പറയത്തില്ല. പിന്നെ കുടിയന്മാരൊക്കെ എന്നോട് തോന്നിക്കറ നന്നായിട്ടുണ്ടല്ലേ ഇവിടെ. അന്നേരം ഞാൻ പ്രതികരിക്കും. എൻ്റെ പിന്നെ കടക്കകത്ത് കയറിയിട്ടുണ്ട്. കടക്കകത്ത് കയറിയാൽ ഞാൻ പിടിച്ചു വെള്ളമൊക്കെ ചെയ്യും.